നമസ്കാരം. ആൾക്കൂട്ട വിചാരണയ്ക്കിരയായി വയനാട് പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥൻ ജീവനൊടുക്കിയ സംഭവത്തിൽ കോളേജ് അധികൃതരും കള്ളക്കളി നടത്തിയെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത്. BVSC 2ാം വർഷ വിദ്യാർത്ഥിയായ തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി സിദ്ധാർത്ഥനെ ഫെബ്രുവരി 18-നാണ് ഹോസ്റ്റലിലെ കുളിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സിദ്ധാർത്ഥന്റെ മരണത്തിന് പിന്നാലെ കോളേജിലെ ഒരു വിദ്യാർത്ഥിനി സിദ്ധാർത്ഥിനെതിരെ പരാതി നൽകിയിരുന്നു. ഇതും ഏറെ ദുരൂഹമായിരുന്നു. ഈ പരാതിയുടെ സമ്മർദ്ദം കാരണമായിരുന്നു സിദ്ധാർത്ഥന്റെ ആത്മഹത്യയെന്ന് വരുത്താനായിരുന്നു നീക്കം. ഈ കുട്ടിയുടെ പരാതിയിൽ കോളേജിലെ അച്ചടക്ക സമിതി യോഗവും ചേർന്നു. സിദ്ധാർത്ഥൻ മരിച്ചതുകൊണ്ട് പരാതി എഴുതി തള്ളി. ആത്മഹത്യക്ക് കാരണം ഈ പരാതിയാണെന്ന് വരുത്താനായിരുന്നു ശ്രമം. ഇതിന് കോളേജിലെ അധ്യാപകരും കൂട്ടുനിന്നു. അതുകൊണ്ടാണ് കോളേജ് അധികൃതർക്കും പങ്കുണ്ടെന്ന ആരോപണം ഉയരുന്നത്. കെട്ടിത്തൂങ്ങി നിന്ന സിദ്ധാർത്ഥനെ അഴിച്ചിറക്കി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതും തെളിവ് നശിപ്പിക്കാനായിരുന്നു. ഇതിനു പിന്നിലും കോളേജ് അധികാരികളുണ്ട്. മരിച്ചുവെന്ന് ഉറപ്പായിരുന്നത് കൊണ്ട് തന്നെ പോലീസിനെ വിവരം അറിയിക്കണമായിരുന്നു. അതിനിടെ ഞെട്ടിക്കുന്ന ക്രൂരതയുടെ വിവരങ്ങളാണ് പുറത്തു വന്നത്. 4 വെച്ചാണ് സിദ്ധാർത്ഥനെ മർദ്ദിച്ചത്. മലഞ്ചെരുവിൽ വെച്ചും ആക്രമണമുണ്ടായി. ആഹാരം കൊടുക്കാതെ സിദ്ധാർത്ഥനെ പൂട്ടിയിട്ട് പീഡിപ്പിച്ചു. അതിനുശേഷം കൊന്ന് കെട്ടിത്തൂക്കിയതെന്നാണ് സൂചന. ഇത് ചില കുട്ടികൾ കണ്ടിട്ടുണ്ടെന്നാണ് സിദ്ധാർത്ഥന്റെ കുടുംബം പറയുന്നത്. താമസിയാതെ ഈ കുട്ടികൾ സത്യം പുറത്തു പറയുമെന്നും വിലയിരുത്തുന്നുണ്ട്. അതിനിടെ SFI പ്രവർത്തകർ ഉൾപ്പെടെ പ്രതികളായ 19 വിദ്യാർത്ഥികൾക്ക് 3 വർഷത്തേക്ക് പഠന വിലക്കും വന്നു. പൂക്കോട് വെറ്ററിനറി സർവകലാശാല ആന്റി റാഗിംഗ് കമ്മിറ്റിയുടേതാണ് തീരുമാനം. രാജ്യത്തെ അംഗീകൃത സ്ഥാപനങ്ങളിൽ എവിടെയും ഇവർക്ക് പഠനം തുടരാനാവില്ല. സിദ്ധാർത്ഥനെ ക്രൂരമായി ആക്രമിച്ച പ്രതിപട്ടികയിലുള്ള 18 പേർക്കും സംഭവത്തിൽ പങ്കുള്ള മറ്റൊരു വിദ്യാർത്ഥിക്കുമാണ് വിലക്ക്. അതേസമയം കേസിൽ പ്രതിയായ ഒരാൾ കൂടി വെള്ളിയാഴ്ച കീഴടങ്ങി. മലപ്പുറം സ്വദേശിയായ ഇയാൾ കൽപ്പറ്റ കോടതിയിലാണ് കീഴടങ്ങിയത്. ഇതോടെ കേസിൽ പിടിയിലാകുന്നവരുടെ എണ്ണം 11ആയി. കസ്റ്റഡിയിലുണ്ടായിരുന്ന SFI കോളേജ് യൂണിയൻ പ്രസിഡന്റ് K. അരുൺ, യൂണിറ്റ് സെക്രട്ടറി അമൽ ഇസ്ഹാൻ, യൂണിറ്റ് അംഗം ആസിഫ് ഖാൻ എന്നിവരുടെ അറസ്റ്റും വെള്ളിയാഴ്ച രേഖപ്പെടുത്തി. കേസിൽ നേരത്തെ 7 പേർ അറസ്റ്റിലായിരുന്നു. ബാക്കിയുള്ള 7 പേരെ പിടികൂടാൻ ഇനിയും പോലീസിന് കഴിഞ്ഞിട്ടില്ല. കൽപ്പറ്റ DYSP TN സജീവന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. 31 പേർ ചേർന്നായിരുന്നു സിദ്ധാർത്ഥിനെ ആൾക്കൂട്ട വിചാരണ നടത്തിയതെന്നാണ് സൂചന. വാലന്റൈൻസ് ഡേ ദിനാചരണവുമായി ബന്ധപ്പെട്ട കോളേജിലുണ്ടായ തർക്കത്തെ തുടർന്ന് കോളേജിൽ വെച്ച് സിദ്ധാർത്ഥന് ക്രൂരമർദ്ദനവും ആൾക്കൂട്ട വിചാരണയും നേരിടേണ്ടി വന്നുവെന്നാണ് പരാതി. 3 ദിവസം ഭക്ഷണം പോലും നൽകാതെ തുടർച്ചയായി മർദ്ദിച്ചെന്നും ആരോപണമുണ്ടായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് നിർണായകമായത്. ദേഹമാസകലം ബെൽറ്റ് കൊണ്ടിടിച്ചതിന്റെയും അടയാളങ്ങൾ ഉണ്ടായിരുന്നു. ഇലക്ട്രിക് വയർ കൊണ്ട് കഴുത്തിൽ കുരുക്കിട്ടതായും മൃതദേഹ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. സിദ്ധാർത്ഥിന്റെ കൂടെ പഠിച്ച 4 പേരും സീനിയേഴ്സും ചേർന്നാണ് മർദ്ദിച്ച് അവശനാക്കി 3 ദിവസം വെള്ളം പോലും കൊടുക്കാതെ പാർപ്പിച്ച ശേഷം കുളിമുറിയിൽ കെട്ടിത്തൂക്കിയത്. ഇത് താൻ ആരോപണമായി പറയുന്നതല്ലെന്ന് സിദ്ധാർത്ഥിന്റെ അച്ഛൻ പറയുന്നു. കൂടെ പഠിച്ച കുട്ടികൾ ഇവിടെ വന്ന് എന്റെ ചെവിയിൽ പറഞ്ഞതാണ്. ഇതാണ് സിദ്ധാർത്ഥിന്റെ അച്ഛൻ പറയുന്നത്. സിദ്ധാർത്ഥിന്റെ സംസ്കാരത്തിനെത്തിയ സഹപാഠികളിൽ ചിലർ എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. എന്നെ മാറ്റി നിർത്തി അവർ പറഞ്ഞ കാര്യങ്ങൾ കേട്ടാൽ സഹിക്കാൻ പറ്റില്ല. പക്ഷേ ആ കുട്ടികൾക്ക് പേടിയാണ്. എന്തെങ്കിലും കാര്യങ്ങൾ പുറത്തു പറഞ്ഞാൽ വെച്ചേക്കില്ല എന്നാണ് അവിടുത്തെ കായിക അധ്യാപകൻ കുട്ടികൾക്ക് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് എന്നാണ് അച്ഛൻ പറഞ്ഞത്. കുട്ടികളുടെ ജീവന് ഭീഷണിയുള്ളതിനാലാണ് അവരെ ഇതുവരെ ഞങ്ങൾ ഇതിലേക്ക് വലിച്ചിഴക്കാത്തത്. ഇനി ആ കുട്ടികൾ പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഈ സമൂഹം മുഴുവൻ അവർക്കൊപ്പം നിൽക്കും. ഹോസ്റ്റലിൽ SFI നേതാക്കളുടെ നേതൃത്വത്തിൽ റാഗിംഗ് നടക്കാറുണ്ടെന്ന് അവൻ മുൻപ് പറഞ്ഞിരുന്നു. എന്നാൽ ഇത്രത്തോളം ഭീകരമായ അന്തരീക്ഷമാണ് അവിടെയെന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. മർദ്ദിച്ച് മൃതപ്രായനാക്കിയ ശേഷം 3 ദിവസം അവന് ഭക്ഷണമോ വെള്ളമോ നൽകിയില്ലെന്നാണ് റിപ്പോർട്ട്. അവന് ഭക്ഷണം കഴിക്കാനല്ലേ ഞാൻ 15 വർഷം ഗൾഫിൽ പോയി കിടന്ന് കഷ്ടപ്പെട്ടത്? ഇതാണ് അച്ഛന് ചോദിക്കാനുള്ളത്. നന്ദി.